ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പൊ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ അമ്പുടു കുഞ്ഞിന്റെ റിയാക്ഷൻ എന്താണെന്നുള്ള ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല, ലാസ്റ്റ് വീഡിയോ എൻഡ് ചെയ്തപ്പോ ഞങ്ങൾ പറഞ്ഞായിരുന്നു ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും പ്രഗ്നൻസി കൺഫേം ആണ്. ഇനിയിപ്പോ കുഞ്ഞുണ്ടായേക്കുന്നത് ട്യൂബിലാണോ യൂട്രസിലാണോ എന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മള് അതിന്റെ സ്കാനിങ്ങും എടുത്തു. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ അല്ല, കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് സ്കാനിങ് എടുത്തത്. നമ്മൾ അതൊക്കെ എടുത്ത് ഒത്തിരി കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ടൈമിങ്ങിന്റെ വ്യത്യാസം വരും. അപ്പൊ സ്കാൻ ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ പേർക്ക് അറിയായിരിക്കും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ്. പ്രഗ്നൻസി ട്യൂബിൽ വരാനും ചാൻസ് ഉണ്ട്, യൂട്രസിൽ വരാനും ചാൻസ് ഉണ്ട്. യൂട്രസിൽ വന്നാലാണ് നമുക്ക് ആ കുഞ്ഞിനെ ഭംഗിയായിട്ട് ആ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ട്യൂബിലാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ വേറെ കുറെ പ്രൊസീജിയർ ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ അതിൽ നിന്ന്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് ഇതാണ്. ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇതാ എന്റെ സ്കാനിങ് റിപ്പോർട്ടാണിത്. ഇതാണ് ഞങ്ങളുടെ ബേബി, യൂട്രസിൽ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പൊ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, കുറച്ചധികം ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുത്തേക്കുന്നത്. സ്കാനിങ് ബേബി അത്യാവശ്യം വലുതായിട്ടുണ്ട്, ഇതാ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോ യൂട്രസിൽ തന്നെയാണ് പ്രഗ്നൻസി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങള് ബേബിയെ റിസീവ് ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് അമ്പുടു കുഞ്ഞിന്റെ റിയാക്ഷൻ വീഡിയോ. അത് ആക്ച്വലി ഞങ്ങൾ ഓൾറെഡി ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഈ സാധനം കൂടി ഈ ക്ലിപ്പിൽ ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പൊ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് വരും. അപ്പൊ കുറെ പേര് പറഞ്ഞു വിൻചേന്റെ റിയാക്ഷൻ കണ്ടു, വിദയ് ബേബിയുടെ കൂടെ റിയാക്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞു. റിയാക്ഷൻ ഒക്കെ എടുത്തില്ല നമ്മൾ. പക്ഷെ അതെ, അത് ഞങ്ങൾക്ക് തോട്ടിലുണ്ടായിരുന്നില്ല. തോട്ടിലല്ല കായലില്. അപ്പോ ശരി, നിങ്ങൾ പറഞ്ഞതല്ലേ, അതുകൊണ്ട് നമുക്ക് എന്തായാലും അവന്റെ റിയാക്ഷൻ ഇപ്പൊ അവനെ അറിയാൻ കാര്യം. വാവയുണ്ട്, നമ്മളെല്ലാം പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മൂന്നാം മാസമായി. പക്ഷെ നല്ല വയറുണ്ട്. ഇല്ല കൂട്ടെ, 4 കഴിയാറായി. ഇന്ന് ജൂലൈ ആണ്, ജൂലൈ തുടങ്ങി. ശരി, അപ്പൊ 4 മാസം. അപ്പൊ ജൂലൈ തുടങ്ങി നടത്തില്ലല്ലേ, അപ്പൊ 4 ആയി. പക്ഷെ വയറുണ്ട്, നല്ല വയറുണ്ട്. വയറുണ്ട്, അത് പകുതിയും കൊടവയറാണ്. അങ്ങനെയല്ല, അതെ. ഡെലിവറി കഴിഞ്ഞ ലേഡീസിന് അറിയാൻ പറ്റും. ഫസ്റ്റ് ഡെലിവറിക്ക് കമ്പാരിറ്റീവ്ലി വയറ് കുറവായിരിക്കും. പക്ഷെ രണ്ടാമത്തെ കുഞ്ഞാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വയറ് വീർത്ത് വരുന്നത്. എനിക്ക് ഇവൻ വയറ്റിലായിരുന്ന സമയത്ത് 4 മാസത്തിലൊന്നും വയറേ ഉണ്ടായില്ല. 5 മാസത്തില് കുഞ്ഞു വയറായിരുന്നു. പക്ഷെ അമ്പുടോ വന്നതിന് ശേഷം ചെയ്തുമ്പോ കഷ്ടപ്പെട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്ത് വയറ് കുറച്ച് വരികയായിരുന്നു. അതെ, അപ്പോഴേക്കും എനിക്കൂട്ട വീർപ്പിച്ച്. അതന്നത്തെ ചോരത്തിളപ്പിന്. ഓക്കെ, അപ്പൊ അമ്പുടു മോന്റെ റിയാക്ഷൻ അതാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ നമുക്കിപ്പൊ ചോദിക്കാം. അമ്പുടു, അമ്മ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ, ഉത്തരം പറയുന്നു. ഇത് അവര് ചോദിക്കുവാണേ, അമ്മയുടെ വയറ്റിൽ ആരാ ഉള്ളേ? വാവയാണോ? വാവ എപ്പോ വരും? ഡിസംബറിലാണ്. ശരി, അമ്മയുടെ വയറ്റില് വാവ, അച്ഛയുടെ വയറ്റിൽ എന്തുവാ? പാപ്പു. എന്താന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വാവ ഇഷ്ടമാണോ? ഇഷ്ടം. വാവയുടെ ആരാ കുഞ്ഞ്? ചേട്ടാ. ഉമ്മ കൊടുത്ത വാവയ്ക്ക് കേട്ടോ, വിളിച്ച് വാവേന്ന് വിളിച്ച്. വലതുകാലി വെച്ച് എങ്ങോട്ടാ? വാവയുണ്ട്, വാവയ്ക്ക് തോവും. അച്ഛൻ എന്തു പറഞ്ഞേക്കുന്നേ? വാവയുണ്ട് വയറ്റില്, അതുകൊണ്ട് എന്തു പറഞ്ഞേക്കുന്നേ? ചവിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? പാടില്ല, ചവിട്ടാൻ പാടില്ല അല്ലേ? ഒരു കാര്യം ചെയ്താലാ, അവിടെ ബാൽക്കണിയിലെ അച്ഛയുടെ വെയിറ്റ് പൊക്കുന്ന സാധനങ്ങളൊക്കെ ഇരിപ്പില്ലേ? അമ്മ വെയിറ്റ് പോയി പൊക്കട്ടെ, ഇങ്ങനെ പൊക്കട്ടെ, വെയിറ്റ് പൊക്കട്ടെ. എന്നാ വാ പൊക്കാം, വാച്ചേ കുഞ്ഞ് പൊക്കാൻ പറഞ്ഞു. അത് എന്നെ ഒന്ന് പൊക്കി പിടിച്ച്, അമ്മയെ പിടിച്ച്. ഓ, താങ്ക് യു. ഞാൻ വെയിറ്റ് പൊക്കാൻ പോവാണേ. പൊക്കട്ടെ. വെയിറ്റ് വെക്കണോ അമ്മ? എന്താ പൊക്കട്ടെ? അതെന്താ? വാവുണ്ട്, അപ്പൊ പൊക്കണ്ടല്ലേ? വാവുണ്ട്, അപ്പൊ ആര് പൊക്കൂ? അമ്മ പൊക്കട്ടെ? അപ്പൊ ആര് പൊക്കൂ ഇത്? അമ്മ പൊക്കട്ടെ. വാവയുണ്ട്, അപ്പൊ പൊക്കുണ്ട. കുഞ്ഞൊന്ന് വർക്കൗട്ട് ചെയ്തെന്ന് വെച്ച് ഒരു 5 പുഷപ്പ് എടുത്തേ.
2 വയസ്സുള്ള കൊച്ചു കളി തോന്നത്തോടോ. 3. എടാ കാല് ഒന്നും തരുമ. ഞാൻ വർക്കൗട്ട് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കാല് നീട്ടിയുള്ള വർക്കൗട്ട് ഇടുന്നുണ്ട്. കാണിച്ചു ഇങ്ങനെ പുഷപ്പ് ചെയ്ത് ഒത്തിരി നിൽക്കുക. ഇങ്ങനെ നിൽക്കുക. ഇതിനുണ്ടല്ലോ ഇങ്ങനെ നൈസാണ്. 1 ഇത് 2 അതാണ് ഈ കാണിക്കുന്നത്. ആ പറഞ്ഞ സാധനമാണോ ഈ സാധനം? എത്ര പുഷപ്പ് എടുത്താൻ പെടൂ? 2 പുഷപ്പ് 2 3 എടുത്തല്ലേ? അന്ന് തിരിച്ചു വെച്ചേക്ക് പുഷപ്പ് എടുത്ത് കഴിഞ്ഞെങ്കിൽ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ജിം ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഡമ്പലൊക്കെ ഉണ്ട്, അടുക്കി വെക്കാൻ റാക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താണോ? ടാഗ് ചെയ്ത് കൊടുക്കാം, ക്ലിക്ക് ചെയ്ത് ഓർഡർ ചെയ്യാം. വിലക്കുറവായിരുന്നു. ഞാൻ നോക്കി ഇരുന്ന് വേറുണ്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇട്ടത്തില്ല, എല്ലാം പാർട്സ് വാഷ് എടുത്തുള്ളൂ. പിന്നെ ഇത് ചെയ്തുമ്പോ എനിക്കൊരു ഗിഫ്റ്റ് തന്നതാ. ഇതിന്റെ വീഡിയോ ഉടനെ വരും. മനസ്സിലായില്ലേ? സീതുമയെ കൂട്ടാണ് ഇത് കിട്ടിയിട്ട് ഞാൻ പഴിച്ചോളാം പറഞ്ഞത്. ലിപ്സിങ്ക് ആർക്കും അറിയത്തില്ലല്ലോ, മനസ്സിലല്ലേ? ലിപ്പ് റീഡിങ് അറിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കഷ്ടകാലം. ലിപ്പ് റീഡിങ് അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല. തെറിയോട് തെറി. അതെ, സീതുമ്മ പഴയ CBSE ആണ്. അതാ പറഞ്ഞ CBSE തെറ്റാണല്ലോ ഓർഡർ. അമ്പുടനെ കാണുന്നില്ല കുട്ടേ. അമ്പൂരിന്റെ കാല് എന്ത് ചെയ്യേ? കാണുന്നില്ലല്ലോ. അമ്പൂരിന്റെ കാല് എവിടെ പോയി? കാല് ഇതാ ഒളിച്ചിട്ടിട്ട് പരിപാടി. കാലെന്ത് ചെയ്യേ? എന്നാ അമ്പൂരിന്റെ തല എന്ത് ചെയ്യേ? തല എന്ത് ചെയ്യ? അമ്പൂരിന്റെ ഇങ്ങനെയാണ് ഒളിച്ചിരിക്കുന്നത്. ഒളിച്ചിരുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഒന്ന് ഒളിച്ചിരുന്ന് നമ്മൾ നോക്കട്ടെ. അപ്പൊ ഞാൻ എണ്ണാൻ പോവാണ്. 1 2 3 4 5 6 7 8 9 10. അമ്പടും ഒളിച്ചു കേട്ടോ. കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ടി വരും അമ്പടും എവിടാണെന്ന് അറിയാനായിട്ട്. അയ്യോ, അമ്പടു കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അമ്പടു ഇവിടെ ഉണ്ടെങ്കിൽ വിളി കേൾക്കോട്ടോ. അമ്പടുവേ, അമ്പടു എന്തിയേ? അമ്പടുവിനെ കാണാനില്ലല്ലോ. അമ്പടു എവിടെ? ഗൈസ്, നമ്മുടെ അമ്പടു കുഞ്ഞിന് ഇപ്പൊ 2 വയസ്സായി. ഇപ്പൊ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടോ? വാ നിറച്ചവൻ പറയും എന്താണ്ടൊക്കെ. പക്ഷെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അവൻ വേണ്ട അച്ഛ അമ്മ വേണ്ട വാക്ക് പാപ്പം അതൊക്കെ അവൻ നേരത്തെ പറയും. കൊച്ചു കുറച്ച് സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കണോ? അമ്മ ചോദിക്കട്ടെ, പശു നമുക്ക് എന്താ തരുന്നേ? പശു എന്താ തിന്നുന്നേ? പശു എന്താ കുടിക്കുന്നേ? ആകാശത്തിന്റെ നിറം എന്തുവാ? ഇലയുടെയും ചെടിയുടെ ഒക്കെ നിറം എന്താ? കയ്യൊക്കെ മുറിയുമ്പോ ചോര വരത്തില്ലയോ? അതിന്റെ നിറം എന്താ? അമ്പുടുക്കുഞ്ഞിന്റെ മുടിയുടെ നിറം എന്താ? വൈറ്റ് പറയായിരുന്നു. ഓക്കെ, പല്ലിന്റെ നിറം എന്താ? വൈറ്റ്. ഇനി അടുത്തത്, കൊച്ചിന്റെ കാലിന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നേ? ലെഗ്. അപ്പുറത്തെ കാലുണ്ട്. അപ്പുറത്തെ കാലുണ്ട്. അപ്പുറത്തെ കാലിന് എന്താ പറയുന്നത്? അത് ലെഗാണ്. കയ്യിന് എന്താ പറയുന്നത്? ശരി. ഇനി A for B for ബൊപ്പു. C for കൊപ്പു. B for ഇതെന്തോ അത്? നരേന്ദ്രപ്രസാദ്. C for കാറ്റ്. എങ്ങനെ പറയുന്നേ? തെറ്റിപ്പോയി. ശരി. D for അത് ഇന്നാ പഠിച്ചത്. 8:43 അത് പഠിച്ചത്, മറന്നുപോയി. D for ഡോഗ്, പട്ടി. D for ഡോഗ്. എങ്ങനെ പഠിക്കുന്നേ? അതറിയാം. E for എന്താ?
ഈ ഫോർ എലിഫന്റ്, ഈഗിൾ, ഈ ഫോർ ആട്. ഈ ഫോർ ആടത്. ആ ഈ ഞങ്ങള് നാളെ പഠിക്കും അല്ലേ അമ്മടു? സൂപ്പർ. പൂച്ച എങ്ങനെയാ വരുന്നേ? പമ്മി പമ്മി നടന്ന് മതില് ചാടി. ഈ വൃത്തിയായിട്ട പൂച്ച എങ്ങനെയൊക്കെയാ വരുന്നത്? മതില് ചാടി ഇങ്ങനെ വരുമല്ലേ പൂച്ച? എന്തോ വിട്ടുപോയമ്മേ. അമ്മേ ചോടി പുറത്താക്കി. നിങ്ങള് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ചില ആൾക്കാർ ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ തൊട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരുണ്ടാവും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി, ഒരു കുഞ്ഞായി, ഇപ്പൊ അടുത്ത കുഞ്ഞാകാൻ പോകുന്നു. സോ ഞങ്ങളുടെ ഓരോ ലൈഫിലെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഞങ്ങളെ കണ്ടോണ്ടിരിക്കുവാണ്. ഇപ്പൊ ഇവൻ ജനിച്ചപ്പോ ആ സമയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചെറിയ കുഞ്ഞായിരുന്നു. ഇത്ര പെട്ടെന്നല്ലേ പിള്ളേര് വലുതാവണേ? ഞങ്ങളുടെ കുഞ്ഞു മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര പെട്ടെന്ന് വലുതാവണേ. ഇപ്പൊ ആണ്ടെ മിണ്ടി തുടങ്ങി. എനിക്ക് അങ്ങ് ഇവൻ അമ്മേന്ന് ആദ്യം വിളിക്കാതിരുന്നപ്പോ അമ്മേന്ന് വിളിക്കുന്നില്ലല്ലോ എന്നായിരുന്നു. ഇപ്പൊ അമ്മേ 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 വേറൊരുണ്ട്. ഞാൻ വിളിക്കുന്നത് എന്തുവാ? ശീതുമ്മേന്ന്. അമ്പടു അമ്മയെ വിളിച്ചേ, ശീതുമ്മേന്ന് വിളിച്ചേ. ശീതമ്മ എന്താ വിളിച്ചേ അമ്പടു വന്ന്? റെഡ് ഫോർട്ടാ. അപ്പൊ പറഞ്ഞു തന്നത് യെസ്, ഭയങ്കര വേഗത്തിലാണ് കുട്ടികളൊക്കെ വളരുന്നത്. അപ്പൊ നമ്മള് മാക്സിമം ടൈം അവരുടെ സ്പെൻഡ് ചെയ്യുക. കുറച്ച് നാളുകൂടെ കഴിയുമ്പോ സ്കൂളിൽ പോവും. അയ്യോ, അടുത്ത വർഷം സ്കൂളിൽ പോകും. അപ്പൊ നിങ്ങളുടെ റിക്വസ്റ്റ് മാനിച്ച് നമ്മൾ ജസ്റ്റ് അവന്റെ റിയാക്ഷൻ വീഡിയോ എടുത്തതാണ്. വാവനോട് കാര്യമൊക്കെ തന്നെയാണ്, ശ്രദ്ധിക്കും. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞൊക്കെയാണ് കുറെ കാര്യം ചെയ്യിച്ചത്. പക്ഷെ ആക്ച്വലി ഞാനിപ്പോ ഒരു ഹൈറ്റിന്ന് ചാടുക അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് പൊക്കാനൊക്കെ പോകുമ്പോ ഇവൻ വന്നിട്ട് ഞങ്ങൾക്ക് എന്താ എപ്പോഴാന്നറിയോ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നു ഇവിടെ വന്നില്ലേ, ടെറസിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഹൈറ്റിന്ന് ചെറിയ പയ്യനവൻ, അവൻ ചാടി 10-12 വയസ്സിന്റെ ഉള്ളവന്. അപ്പൊ ശിതുമ്പ പറഞ്ഞ് ഞാനും കേറാൻ മുന്നേ ഞാൻ കേറിയേ, ഇത് ചാടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരുത്തോണ്ടാണേ അമ്മേ ജയന്റ ചാടി ജയന്റ അതെന്താ അമ്മടു വാവാ. ഞങ്ങള് അവിടെ നിന്ന് 5 പേര് ഞെട്ടിപ്പോയി. ഇതൊക്കെ അറിയാം. അതിനുശേഷം ഇത് ഈ വെയിറ്റ് ഇതുപോലെ പൊക്കിയപ്പോ അമ്മേ ജയന്റ ആ വീഡിയോ ഉണ്ട് ഇവിടെ, ആ വീഡിയോ ഉണ്ട്, അത് എടുത്തിട്ടുണ്ട്. ഓർമ്മയില്ല, അതെ എന്തിലോ ഉണ്ട്. അപ്പോഴും ഞങ്ങൾ അത്ഭുതപ്പെട്ട് ജയന്റ വാവാ. സോ ആ റിയാക്ഷൻസ് ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. ഇങ്ങനെയാണ് ഇപ്പൊ അമ്പളു മോൻ. അടിപൊളിയാണ്, നല്ല വിനക്കുട്ടിയെ പോലെ തന്നെ വളർന്നു വരുന്ന അപ്കമിങ് കെയർ റൂട്ടറാണ് അവൻ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്റെ നൈറ്റിയെ പറ്റി കുറെ പേര് ചോദിക്കുന്നുണ്ട്. യെസ്, ഇത് എന്റെ പേജിലെ തന്നെ കഫ്താൻ നൈറ്റിയാണ്, ആലേപന ക്ലോത്തിങ് ബൈ ശീതൾ. ഇപ്പൊ പ്രഗ്നൻസിയുടെ സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒത്തിരി നാളുകളായിട്ട് ഈ സെയിം മോഡൽ നൈറ്റ് തന്നെയാണ് എന്റെ വീഡിയോസിലും എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ചൂട് സമയത്താണെങ്കിലും തണുത്ത സമയത്താണെങ്കിലും ഒക്കെ. ഇപ്പൊ ഇതിന്റെ ഫീഡിംഗ് ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ്. ഇതിൽ ഫീഡിംഗ് ഇല്ല, പക്ഷെ ഇതിന്റെ ഫീഡിംഗ് ഉള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ഈ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം ഓർഡർ ചെയ്യാൻ പറ്റും. നല്ല റീസണബിൾ റേറ്റിൽ ക്വാളിറ്റി ഐറ്റം ആണ്. സോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അത് എന്തായാലും നിങ്ങൾ ചെയ്തു വെച്ചോ. ബിക്കോസ് ഞങ്ങൾ ഇനി മുതൽ റെഗുലർ ആയിട്ട് ലോങ് വീഡിയോസ് ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കുറെ കമന്റ് വരുന്നുണ്ട്, നിങ്ങൾ ഇപ്പൊ ബ്ലോഗ് ഇടുന്നില്ലെന്നുണ്ട്. ശരി, ഞങ്ങള് ഒരു 1 year ആയിട്ട് ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ബ്ലോഗ് ഇട് പരിപാടി. 1 അല്ല, നിങ്ങൾക്ക് നമ്മളെ കാണാൻ ആഗ്രഹം എന്ന് പറയാൻ ചെയ്യാതിരിക്കും. അടുത്ത വീഡിയോ ബൈ ബൈ.